ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ജെക്കെ വിളിച്ച് അത്യാവശ്യമായി അർച്ചനയോട് വാടക വീട്ടിലേക്ക് വരാൻ പറയുകയാണ്. ചിലപ്പോൾ വീടൊഴിഞ്ഞ് താക്കോല് തരാനായിരിക്കുമെന്ന് വിചാരിച്ച് അർച്ചന അപ്പം തന്നെ പോകുന്നുണ്ട്. എന്നാൽ മഞ്ജു ആണെങ്കിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. എന്തിനായിരിക്കും അർച്ചന ചേച്ചി ഇപ്പോൾ ജെക്കേൻ്റെ വീട്ടിലേക്ക് പോകുന്നത്? ഇതിലെന്തോ ഒരു കള്ളക്കളിയുണ്ട്, അതെന്തായാലും കണ്ടുപിടിക്കണമെന്ന് മഞ്ജു അങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. ജെക്കയുടെ വീട്ടിലെത്തിയ അർച്ചന കാറ് നോക്കുന്നുണ്ടെങ്കിലും അവിടെയൊന്നും കാറില്ല. ഇനിയിപ്പോൾ ജെക്ക് ഇവിടെ ഇല്ലേ, അയാൾ എന്നെ വിളിച്ചു വരുത്തിയിട്ട് ഇവിടേക്കെങ്കിലും പോയോ എന്ന് അർച്ചന അങ്ങനെ ചിന്തിക്കുകയാണ്. പിന്നീട് പോയി നേരെ വീടിന്റെ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. എന്നാൽ കോളിംഗ് ബെൽ അടിച്ചിട്ടും ആരും തന്നെ പുറത്തേക്ക് വരുന്നില്ല. അർച്ചന അപ്പോഴാണ് അവിടെ ജെക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പേപ്പർ കാണുന്നത്. അതെടുത്ത് അർച്ചന അങ്ങനെ വായിക്കുന്നുണ്ട്. അത് കണ്ട് സ്ത്രീകളെ കുറിച്ച് രക്തരക്ഷസനെ പോലെയാണ് ജെക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ അത് വായിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വീണ്ടും അർച്ചന പോയി കോളിംഗ് ബെല്ലിൽ അടിക്കുകയാണ്. എന്നാൽ സൗണ്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അർച്ചന അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താ ഇവിടെ കറണ്ട് ഒന്നും ഇല്ലേ എന്നങ്ങനെ വിചാരിക്കുകയാണ്. അപ്പോഴേക്കും ജെക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ജെക്കെ അങ്ങനെ വാതിൽ തുറക്കുകയാണ്. ജെക്കെ എന്നിട്ട് അർച്ചനയോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇത്ര വേഗം എത്തിയോ, ഇത്ര പെട്ടെന്ന് എത്തുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്ന് പറയാണ്. അർച്ചന അപ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്നെ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത്, എന്താണ് കാര്യം? വീടൊഴിഞ്ഞ് താക്കോല് തരാനാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താക്കോല് വീട്ടിൽ ഏൽപ്പിച്ചാൽ മതി. പിന്നെ അഡ്വാൻസ് തുക ഈ വീടൊന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ നോക്കിയിട്ട് ആ അഡ്വാൻസ് തുക അയച്ചു തരാമെന്ന് അർച്ചന അങ്ങനെ പറയാണ്. ജെക്കെ അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ വീടൊഴിയുന്നാണോ നിങ്ങൾ വിചാരിച്ചത്? എന്നാൽ തെറ്റി, വീടൊഴിയുന്ന കാര്യം പറയാനല്ല ഞാൻ വിളിച്ചത്. നിങ്ങൾ അകത്തേക്ക് വരൂ, ഞാനൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറയാണ്. അർച്ചന അപ്പോൾ പറയുന്നുണ്ട്, ഇവിടെ നിന്ന് കാര്യം പറഞ്ഞാൽ മതി, അകത്തേക്ക് വരാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറയുമ്പോൾ ജെക്കെ പറയുന്നുണ്ട്, അകത്തേക്ക് വന്നാൽ മാത്രമാണ് എന്താണ് സംഭവമെന്ന് എനിക്ക് കാണിച്ചു തരാനായി കഴിയൂ. ദയവ് ചെയ്ത് നിങ്ങൾ അകത്തേക്ക് വരണമെന്ന് പറയാണ്. അങ്ങനെ ജെക്കെ അർച്ചനയെ വിളിച്ച് അകത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ അർച്ചനയുടെ കള്ളക്കളികൾ കണ്ടുപിടിക്കാനായി മഞ്ജു അർച്ചനയുടെ പിന്നാലെ തന്നെ വരികയാണ്. അർച്ചനയും ജെക്കെയും അങ്ങനെ വീടിനകത്തേക്ക് പോകുന്നത് മഞ്ജു അങ്ങനെ കാണുന്നുണ്ട്. എന്തിനായിരിക്കും അർച്ചന ചേച്ചിയും ജെക്കയും അകത്തേക്ക് പോയത്? ഇത് കാണുന്നത് പോലെയല്ല, ഇവര് തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് എന്നങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് മഞ്ജു അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം അകത്തെത്തിയതിന് ശേഷം ജെക്കെ അങ്ങനെ അവിടെയുള്ള സ്വിച്ച് ബോർഡ് കാണിച്ചു കൊടുക്കുകയാണ്. ആകെ പൊട്ടിപ്പൊളിഞ്ഞാണ് സ്വിച്ച് ബോർഡ് കിടക്കുന്നത്. അച്ഛനപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇതെന്തു പറ്റിയതാണ്, എങ്ങനെയാണ് കത്തിപ്പോയത്, നിങ്ങളാണോ ഇത് ചെയ്തത്? വീടിന് ഡാമേജ് ഉണ്ടാക്കിയാൽ അത് ഞാൻ അഡ്വാൻസ് തുകയിൽ കുറയ്ക്കുമെന്ന് അർച്ചന പറയാണ്. എനിക്ക് അപ്പോൾ പറയുന്നുണ്ട്, വക്കീല അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിന് മുന്നേ എന്താണ് ശരിക്കും സംഭവിച്ചതെന്നൊന്ന് കേൾക്ക്. ഈ വീട്ടിൽ ഷോർട്ട് സർക്യൂട്ട് കാരണം എല്ലാം കത്തിപ്പോയിരിക്കുകയാണ്. ഷോക്കടിച്ച് എനിക്കൊന്നും സംഭവിക്കാതിരുന്നത് എന്റെ ഭാഗ്യം, എല്ലാം നിങ്ങളുടെ കുഴപ്പമാണ്. ടാങ്കിലാണെങ്കിൽ ഒരു തുള്ളി വെള്ളമില്ല, വെള്ളം കോരിയെടുക്കാന്ന് വിചാരിച്ചാൽ ഇവിടെ കുഴൽക്കിണറാണ്, കറണ്ടുമില്ല, വെള്ളവുമില്ല, പിന്നെ ഞാനിങ്ങനെ ഇവിടെ ജീവിക്കും? നിങ്ങളാണല്ലോ ഈ വീടിന്റെ ചുമതലക്കാരി എന്ന് പറഞ്ഞത്, ആ സ്ഥിതിക്ക് നിങ്ങൾ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചതെന്ന് ജെക്കെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, നിങ്ങളൊരു സാഹിത്യകാരൻ മാത്രമല്ലല്ലോ, ഒരു ടെക്നീഷ്യൻ കൂടിയല്ലേ, അങ്ങനെയല്ലേ എന്റെ വീടിന്റെ ഫ്രിഡ്ജ് നേരാക്കി കൊടുത്തത്, അപ്പൊ പിന്നെ ഇതും ശരിയാക്കുക എന്ന് പറയുമ്പോൾ ജെക്കെ പറയുന്നുണ്ട്, ഇതൊന്നും എന്റെ പണിയല്ല, എനിക്ക് കറണ്ടും വെള്ളവും തരേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് ജെക്കെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ആ ഉത്തരവാദിത്തം ഇപ്പൊ എനിക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല, അവളോട് ഞാൻ ഈ വീട് ഒഴിയണമെന്ന് പറഞ്ഞിരിക്കല്ലേ, ആ സ്ഥിതിക്ക് താക്കോല് തന്ന് വീടൊഴിഞ്ഞു പോയിക്കോളൂ, നീ എന്തായാലും ഇതൊന്നും ശരിയാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് അർച്ചന പറയുമ്പോൾ ജെക്കെ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഈ വീടൊഴിയാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയാണ്. അർച്ചന ഇപ്പൊ പറയുന്നുണ്ട്, എങ്കിൽ ഞാൻ എന്തായാലും ഇതൊന്നും ശരിയാക്കാനും തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ജെക്കെ പറയുന്നുണ്ട്, വക്കീലെ ദ്രോഹിക്കരുത്, ഞാനൊരു മനുഷ്യനല്ലേ, ഒരു മനുഷ്യനാണ് ഇതിനുള്ളിൽ താമസിക്കുന്നതെന്ന ചിന്തയെങ്കിലും നിങ്ങൾക്ക് വേണ്ടേ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ മഞ്ജു ആണെങ്കിൽ ഇവരെന്താണ് സംസാരിക്കുന്നതെന്നറിയാൻ ജനലിലൂടെ എല്ലാം ഒളിഞ്ഞു നിന്ന് കാണുകയാണ്. അച്ഛൻ എന്നിട്ട് പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാനിപ്പോ ഇലക്ട്രീഷ്യൻ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾ എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ട് സഹിച്ച് ഇവിടെ താമസിക്കുന്നത്, ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന അങ്ങനെ പോവുകയാണ്. ജെക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് താൻ എഴുതി ബാക്കി വെച്ച അതെടുത്തുകൊണ്ട് ജെക്കെ അങ്ങനെ അകത്തേക്ക് പോവുകയാണ്. ആ സമയം കൊണ്ട് തന്നെ മഞ്ജു ജെക്കെ കാണാതെ ആ വീടിന് പുറത്തിറങ്ങുന്നുണ്ട്. എന്നിട്ട് മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്നാലും അർച്ചന ചേച്ചി നിങ്ങളിങ്ങനെ മാറിപ്പോയല്ലോ, എന്റെ കണ്ണിൽ കണ്ട കാര്യം അമ്പാട്ട് വീട്ടിൽ ഞാൻ ആരോട് എങ്ങനെ പറയും? ഒറ്റൊരെണ്ണം ഇതൊന്നും ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കില്ല, എങ്കിലും ഇതെല്ലാം പുറത്തു കൊണ്ടുവരണം, അർച്ചന ചേച്ചിയുടെ കള്ളക്കളി എല്ലാവരും അറിയണം, ഇതിനെന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് മഞ്ജു അങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. അതിനുശേഷം എമ്മി അങ്ങനെ അവിയലിനുള്ള പച്ചക്കറികൾ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് മഞ്ജു വരുന്നത്. മഞ്ജു എന്നിട്ട് നൈസായി രമ്യയുടെ അടുത്ത് പോയി ഇരുന്നു കൊണ്ട്, ഇത് എന്തിനുള്ള പച്ചക്കറിയാണ് രമ്യ എന്ന് മഞ്ജു അങ്ങനെ ചോദിക്കുകയാണ്. രമ്യ ഇപ്പൊ പറയുന്നുണ്ട്, അവിയൽ
അവിയലിനുള്ളതാണ് ചേച്ചി എന്ന് മഞ്ജുപ്പ പറയുന്നുണ്ട്. ഈ വീട്ടിൽ അവിയൽ പരുവത്തിൽ എല്ലാം കുഴഞ്ഞു കിടക്കുകയാണ്. ഇനിയിപ്പോ അപ്പുറത്തുള്ള രജന ചേച്ചി വിളിച്ചിരുന്നു, അങ്ങനെ ഞാൻ പോയതാണ്. ഒരു പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഞാൻ ആക്കി നടുങ്ങിപ്പോയി. പറയുന്ന കാര്യങ്ങൾ കേട്ട് നീ എന്നെ കുറ്റപ്പെടുത്തരുത്, ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല, രജന ചേച്ചി പറഞ്ഞതാണ് എന്നങ്ങനെ മഞ്ജു രമ്യയോട് പറയുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഇത് കേട്ടുകൊണ്ട് ചിന്നു വരുന്നുണ്ട്. ഇവരെന്താണ് സംസാരിക്കുന്നതെന്ന് ചിന്നു അങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. മഞ്ജു അപ്പൊ രമ്യയോട് അങ്ങനെ പറയുന്നുണ്ട്, ചേച്ചി ഇപ്പൊ എന്തിനാണ് ആ സാഹിത്യകാരന്റെ വീട്ടിൽ തനിച്ചു പോയത്? തനിച്ചു പോയതുകൊണ്ടാണ് നാട്ടുകാരിപ്പോൾ അപവാദം പറഞ്ഞുണ്ടാക്കുന്നത്. ചേച്ചി ആ വീട്ടിലെത്തുമ്പോൾ ആ സാഹിത്യകാരൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ അവിടെ. എന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ കണ്ട ഒരാള് പറഞ്ഞ കാര്യമാണ് ഞാനിപ്പോ നിന്നോട് പറഞ്ഞത്. ആൾ അവിടെ തനിച്ചുള്ളപ്പോൾ ചേച്ചി അങ്ങോട്ടേക്ക് പോയത് ശരിയാണോ? ഒന്നും ഞാൻ ചോദിച്ചതല്ല, രജനി ചേച്ചി എന്നോട് ചോദിച്ചതാണെന്ന് മഞ്ജു അങ്ങനെ പറയാണ്. രമ്യപ്പ പറയുന്നുണ്ട്, ചേച്ചി നിങ്ങളിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ട എന്ന് പറയാണ്. അമ്മേ ഇതൊന്നും അനാവശ്യമായ കാര്യമല്ല, രജനി ചേച്ചി കണ്ണുകൊണ്ട് കണ്ടതാണ് എന്നങ്ങനെ അർച്ചനയെ കുറിച്ച് വേണ്ടാത്ത ഓരോ കാര്യങ്ങൾ മഞ്ജു അങ്ങനെ രമ്യയോട് പറയാണ്. ഇത് കേട്ട് ദേഷ്യം വന്ന് ചിന്നു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചിന്നു എന്നിട്ട് മഞ്ജുവിനോട് ദേഷ്യപ്പെടുകയാണ്. എന്തിനാണ് മഞ്ജു ആന്റി എന്റെ അമ്മയെ കുറിച്ച് കേൾക്കാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത്? മറ്റൊരാൾ കണ്ട കാര്യം അവിടെ നിൽക്കട്ടെ, ആന്റി എന്തെങ്കിലും കണ്ടായിരുന്നോ എന്ന് ചിന്നു ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഇല്ല ഞാനൊന്നും കണ്ടില്ല എന്ന് പറയാണ്. ചിന്നു പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ കാണാത്ത കാര്യം ഇവിടെ വന്ന് പറയരുത്. ഉമ്മി ആന്റി അമ്മ അവിടെ പോയിരുന്നു, അത് സത്യമാണ്. അങ്കിൾ വിളിച്ചിട്ടാണ് അമ്മ അങ്ങോട്ടേക്ക് പോയത്. ഇതിനാണ് അങ്കിള് വിളിച്ചതെന്ന് പറഞ്ഞില്ലായിരുന്നു, അത്യാവശ്യമായിട്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അമ്മ അങ്ങോട്ടേക്ക് പോയത്. പിന്നീട് അങ്കിൾ എന്നെ വിളിച്ചു പറഞ്ഞു ഷോർട്ട് സർക്യൂട്ട് ആണ് അവിടെ എന്ന്. ഇത് നന്നാക്കുന്ന കാര്യത്തിനാണ് അമ്മയെ അങ്കിൾ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്. പിന്നെ മഞ്ജു ആന്റി എന്റെ അമ്മയെ കുറിച്ച് ഒരാളിങ്ങനെ പറയുമ്പോൾ അത് അപ്പൊ തന്നെ തിരുത്തണമായിരുന്നു, അല്ലാതെ അത് ഇവിടെ വന്ന് വിളമ്പരുതായിരുന്നു. മഞ്ജു ആന്റിയിൽ നിന്ന് ഞാൻ ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ലെന്ന് പറഞ്ഞ് ചിന്നു അങ്ങനെ റൂമിൽ കയറി വാതിലടക്കിയാണ്. അമ്മയപ്പോ മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ മഞ്ജുവിന് ദേഷ്യം വരികയാണ്. ഓരോരുത്തരും ഓരോ രീതിയിൽ പറയുന്നു, എന്താണ് സത്യാവസ്ഥ എന്നറിയില്ല. ഒടുവിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാവുമ്പോഴേ എല്ലാവരും പഠിക്കൂ എന്ന് പറഞ്ഞ് മഞ്ജു അങ്ങനെ അകത്തേക്ക് പോകുന്നുണ്ട്. ചന്ദ്രാന്തത്തിൽ രുക്കുവാണെങ്കിൽ അമ്പാട്ടിലേക്ക് പോവണോ വേണ്ടയോ, എങ്ങനെ പോവാതിരിക്കാമെന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഓഫീസിലേക്ക് പോവാനായി വിജയ് ശങ്കർ അങ്ങോട്ടേക്ക് വരുന്നത്. രുക്കു തനിച്ചാണെന്നറിഞ്ഞ് വിജയ് ശങ്കർ പോയി രുക്കുവിനോട് സംസാരിക്കുന്നുണ്ട്. രുക്കു നീ അമ്പാട്ട് പോയി താമസിക്കണമെന്ന് എനിക്ക് ഒരാഗ്രഹവുമില്ല. നീയും അച്ചും ഇവിടെ ഒരു ബുദ്ധിമുട്ടായിട്ടല്ല ഞാൻ നിന്നോട് അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞത്. എന്റെ മനസ്സിൽ ചില പ്ലാനുകളുണ്ട്. അത് നടക്കണമെങ്കിൽ ചന്ദ്രകാന്തത്തിലുള്ള ആരെങ്കിലും ഒരാൾ അവിടെ വേണം. അതിന് പറ്റിയ ആൾ നീയാണ്. അറിയാമല്ലോ എന്റെ ടാർഗറ്റ് ചിന്നുവാണ്. ചിന്നുവിനെ എങ്ങനെയെങ്കിലും അർച്ചനയിൽ നിന്നും അകറ്റി എന്റെ അടുത്തേക്ക് കൊണ്ടുവരണം, എങ്കിലേ എന്റെ പ്ലാനുകളെല്ലാം നടക്കൂ. അതിനുവേണ്ടി നീ അങ്ങോട്ടേക്ക് പോകണമെന്ന് വിജയ് ശങ്കർ അങ്ങനെ പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, ഏട്ടാ ഞാൻ അവിടെ പോയി താമസിക്കാൻ എനിക്ക് ചില പരിമിതികളുണ്ടല്ലോ. ചന്ദ്രേച്ചി എന്നോട് അങ്ങോട്ടേക്ക് പോവണ്ട എന്നാണ് പറഞ്ഞത്, പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഇതെല്ലാം കേട്ടുകൊണ്ട് വിമൽ അങ്ങോട്ടേക്ക് വരികയാണ്. വിജയ് ശങ്കർ അപ്പൊ രുക്കുവിനോട് പറയുന്നുണ്ട്, ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു, ഇനി നീ ആലോചിച്ച് ഉചിതമായൊരു തീരുമാനമെടുക്ക്. നീ നിന്റെ ചന്ദ്രേച്ചിയെ ഓർക്കുന്നതിന് മുന്നേ ഈ ഏട്ടനെ കൂടി ഓർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിജയ് ശങ്കർ അങ്ങനെ പോവുകയാണ്. തീരുമാനം എടുക്കണമെന്നറിയാതെ രുക്കു അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് വിമല വരുന്നത്. വിമല എന്നിട്ട് രുക്കുവിനോട് പറയുന്നുണ്ട്, ഏട്ടൻ ചോദിച്ചപ്പോൾ നീ എന്താണോ ഒരു ഉചിതമായ തീരുമാനം പറയാതിരുന്നത് രുക്കു? എന്തായാലും വിജയേട്ടൻ പറയുന്നത് കേൾക്ക്. ചന്ദ്രേച്ചി പറയുന്നത് കേട്ട് നീ നിന്റെ ജീവിതം കളയരുത്. നീ അച്ചുവിന്റെ കൂടെ പോകാതിരുന്നാൽ അവൻ ഒറ്റയ്ക്ക് അമ്പാട്ടിലേക്ക് പോവും. പിന്നീട് അവൻ നിന്നെ ഓർക്കണമെന്ന് പോലുമില്ല. എന്തായാലും നിന്റെ ഇഷ്ടം പോലെ ചെയ്യുമെന്ന് പറഞ്ഞ് വിമലയും അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷം രുക്കു അങ്ങനെ അമ്പാട്ടിലേക്ക് പോവാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അച്ചുവും രുക്കുവും രാത്രിയിൽ തന്നെ അമ്പാട്ടിലെത്തുന്നുണ്ട്. അതിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ അച്ചു രുക്കുവിനോട് പറയുന്നുണ്ട്, ഇനി മുതൽ നമ്മൾ താമസിക്കാൻ പോകുന്നത് ഇവിടെയാണ്. എന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് എനിക്കുണ്ടായത് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള അവസ്ഥയാണ്. ഇനി അതുണ്ടാക്കരുത്. വീട്ടിലേക്ക് പോവാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഇനി എന്തും ഏതോ സഹിച്ചോ ഇവിടെ തന്നെ നിൽക്കണം. ഇവിടെ താമസിക്കുന്നത് കൊണ്ട് ഇനി മറ്റാർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എന്നും പറഞ്ഞ് അച്ചു അങ്ങനെ രുക്കുവിനോട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറയുന്നുണ്ട്. അച്ചുവും കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. രുക്കു ആണെങ്കിൽ മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എടാ അച്ചു നീ ആജ്ഞാപിച്ചത് കൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് നീ വിചാരിക്കുന്നുണ്ടാവും.
ഉണ്ടാവും. നീ അങ്ങനെ ജയിച്ചു എന്ന് വിചാരിക്കണ്ട. എൻ്റെ ഏട്ടൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്ക് എൻ്റെതായ ചില പ്ലാനുകളുണ്ടെന്ന് രുക്കു അങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. അപ്പോഴേക്കും ഉമ്മറത്തേക്ക് ചിന്നു വരുന്നുണ്ട്. ചിന്നുവിനെയും രുക്കുവിനെയും കണ്ട് ചിന്നുവിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ചിന്നു അപ്പം തന്നെ അമ്മയും മുകുന്ദ മാമ രുക്കു ആൻറ്റിയും കുഞ്ഞമ്മാവനും വന്നിട്ടുണ്ടെന്ന് പറയാണ്. എന്നിട്ട് ചിന്നു അവരുടെ അടുത്തേക്ക് പോവുകയാണ്. രുക്കു ആൻറ്റി എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്, അകത്തേക്ക് വായോ എന്ന് ചിന്നു വളരെ സന്തോഷത്തോടെ പറയുന്നുണ്ടെങ്കിലും രുക്കു അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവൾക്ക് എന്നോടൊരു ദേഷ്യവുമില്ലേ എന്നങ്ങനെ ചിന്തിക്കുകയാണ്. ചിന്നു അപ്പോൾ രുക്കുവിനോട് ചോദിക്കുന്നുണ്ട്, ആൻറ്റി എന്താ വിചാരിച്ചത്, ഇപ്പോഴും ഞങ്ങൾക്ക് എല്ലാവർക്കും ആൻറ്റിയോട് ദേഷ്യമാണെന്നാണോ? ഞങ്ങൾക്ക് ആർക്കും ആൻറ്റിയോട് ഒരു ദേഷ്യവുമില്ല. എന്തായാലും ഞങ്ങളുടെ കുഞ്ഞമ്മാവനെ വേണം, അപ്പൊ പിന്നെ രുക്കു ആൻറ്റിയും വേണമല്ലോ എന്നങ്ങനെ ചിന്നു പറയുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.